അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ വളരെ ലളിതമായ രൂപത്തിൽ ഒരു പഠനമാണ്. ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് അതിന് ആമുഖം എന്ന നിലക്ക് ചെറിയൊരു തജ്വീദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന കാര്യം മാത്രമാണ് ഇന്നുള്ളത്. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഓരോ അറബിയിലുള്ള 28 അക്ഷരങ്ങൾക്കും ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥാനത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമുക്ക് ആരംഭിക്കാം. തുടർന്ന് അങ്ങോട്ട് ഓരോ നിയമങ്ങളും കുറേശ്ശെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് മുകളിൽ വിട്ടത് തജ്വീദ് ഏതൊരു കാര്യത്തിനും അതിന്റെ ഭാഷയിൽ ഒരർത്ഥം ഉണ്ടാവും. അതേപോലെ തന്നെ അതിന്റെ ഏത് കലയുടെയും ആ ഉലമാക്കളുടെ അടുക്കൽ പ്രത്യേക ഒരു അർത്ഥം ഉണ്ടാവും. ഉദാഹരണമായി ഇപ്പൊ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാർത്ഥനകൾക്കും സ്വലാത്ത് എന്ന് പറയും ഭാഷയിൽ. എന്നാൽ അത് ഇസ്തിലാഹിൽ കൊണ്ടുവരുമ്പം പ്രത്യേകമാക്കി പറയുമ്പം എന്ത് പറയും? നമസ്കാരം. അതിന്റെ നിർവചനം എങ്ങനെ പറയാ? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ഒരു കർമ്മമാണ്, ആരാധന കർമ്മമാണ് സ്വലാത്ത്. അത് ഇസ്തിലാഹായിട്ട് പറയുമ്പോൾ അങ്ങനെ പറയും. മൊത്തത്തിൽ ഭാഷയിൽ പറയുമ്പം എല്ലാ പ്രാർത്ഥനക്കും പറയും. എന്ന പോലെ തജ്വീദ്, ജവ്വദ എന്ന നന്നാക്കിന അതിന്റെ മസ്തർ രൂപമാണ് തജ്വീദ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ എന്റെ അർത്ഥം തഹ്സീൻ എന്നാണ്. ഓഹുൽ ഖൗലുൽ ജയ്യിദുൽ ഹസൻ, നല്ല ജയ്യിദായ ഖൗല്, നന്നാക്കൽ എന്നൊക്കെ പറയാം ഭാഷയിൽ. ഇനി വഫി ഇസ്തിലാഹിൽ ഖുർറാഇ, ഖാരിഈങ്ങളായ തജ്വീദിന്റെ പണ്ഡിതന്മാരുടെ അടുക്കൽ എന്താണ് തജ്വീദ് എന്നുള്ളതിന്റെ അർത്ഥം? അത് പണ്ഡിതന്മാർ പറയുന്നത് ഇഖ്റാജു ഹുറൂഫിൽ ഹിജാഇ. ഹുറൂഫുൽ ഹിജാ എന്ന് പറയുന്നത് അറബി അക്ഷരമാലയിലെ 28 അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ ഹിജാഇ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് തജ്വീദ് എന്ന ഭാഷയിലുള്ള അർത്ഥം? ഇസ്തിലാഹിൽ തജ്വീദിന്റെ ഉലമാക്കളുടെ അടുക്കൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇഖ്റാജു ഹുറൂഫിൽ ഹിജാഇ, ഈ 28 അക്ഷരങ്ങളെയും പുറത്തു കൊണ്ടുവരലാണ്. ഇഖ്റാജ്, അഖ്റജ് പറഞ്ഞാൽ പുറത്താക്കി, ഇഖ്റാജ് പുറത്തു കൊണ്ടുവരലാണ്. മിൻ മഖാരിജിഹ സ്വഹീഹതി, അതിന്റെ ശരിയായ മഖ്റജിൽ നിന്ന്. ഓരോ അക്ഷരങ്ങൾക്കും അത് ഉച്ചരിക്കേണ്ട പുറപ്പെടുന്ന സ്ഥാനങ്ങൾ ഉണ്ടാവും. തൊണ്ടയെന്നായിരിക്കും, നാവെന്നായിരിക്കും, അതുപോലെ തന്നെ 2 ചുണ്ടുകൾ കൂടി, അതുപോലെ തന്നെ ഹൈഷും തെരിമൂക്ക്. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. അപ്പൊ ഓരോ അക്ഷരത്തിനെതിരെ കൃത്യമായ അതിന്റെ മഖ്റജ്, ഉത്ഭവസ്ഥാനം, മഖ്റജ് എന്ന ഉത്ഭവസ്ഥാനം തന്നെ കൊണ്ടുവരണം. അതിനാണ് എന്ത് തജ്വീദ് എന്ന് പറയുന്നത്. മാത്രവുമല്ല പിന്നെ എന്തുകൂടി നൽകണം? വഇഅതാഉ കുല്ലി ഹർഫിൻ ഹഖ്ഖഹു വമുസ്തഹഖഹു. അഅത എന്ന് പറഞ്ഞാൽ നൽകി, ഈ അഅത എന്ന് പറഞ്ഞാൽ അതിന്റെ മസ്ദർ നൽകലാണ്. ഈ അഅതാഉ കുല്ലി ഹർഫിൻ, എല്ലാ ഹർഫും. അപ്പൊ മുമ്പ് പറഞ്ഞ എല്ലാ ഹർഫിന്റെ ശരിയായ മഖ്റജ് എന്ന് കൊണ്ടുവരണം. അതുപോലെ തന്നെ എല്ലാ ഹർഫിനും നൽകണം എന്താണ്? ഹഖ്ഖഹു, അതിന്റെ ഹഖ്. ഹഖ് എന്താ? മുസ്തഹഖ് എന്താ? വമുസ്തഹഖഹു, അതിന്റെ മുസ്തഹഖും. അതെന്താണ് നേരെ താഴെ പറയുന്നത്? എന്താണ് ഹഖ് മുസ്തഹഖ്? എന്താണ് താഴെ പറയുന്നത്? ഹഖുൽ ഹുറൂഫി, ഹർഫിന്റെ ഹഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹഖ് എന്ന് പറഞ്ഞാൽ കുല്ലു സിഫത്തിൻ സാബിതത്തിൻ ലഹു, ഈ അറബിയിലുള്ള 28 അക്ഷരങ്ങൾക്കും അതിന് ഓരോ അക്ഷരങ്ങൾക്കും അതിന് അസ്ലിയായി കൊണ്ടുള്ള കുറെ വിശേഷണങ്ങളുണ്ട്, സിഫത്തുകളുണ്ട്. ഏതുപോലെ? മിൻ ജഹ്ർ, അതായത് ജഹ്ർ എന്ന് പറയുമ്പോൾ ചില അക്ഷരങ്ങൾ ഉണ്ടാവും, അതിന്റെ ഉച്ചരിക്കുന്ന സമയത്ത് ശ്വാസ തടസ്സം, അതിന്റെ ആ അക്ഷരത്തിന്റെ ശക്തി കാരണം ശ്വാസ തടസ്സം അനുഭവപ്പെടും. ഇപ്പൊ ആ എന്ന് പറയുന്നതും ഫ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഫ എന്ന് പറഞ്ഞാൽ ഹംസ് എന്നൊരു സിഫത്തായി വരും, അതായത് ശ്വാസം വളരെ, അത് ഉച്ചരിക്കുമ്പം ശ്വാസം വളരെ സുഖമായിട്ട് വരും. ഫ എന്ന് പറഞ്ഞു നോക്കിയാൽ ഫ ശ്വാസം വരുന്നുണ്ട്, ഫ. എന്ന മാതിരി ക പറഞ്ഞു നോക്കുങ്ങള്, ക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഖുവ്വത്ത് വരുന്നുണ്ട്. ഇത് ഓരോ അക്ഷരങ്ങൾക്കും ഇസ്തിആല, അതുപോലെ തന്നെ ഇസ്തിആല എന്ന് പറഞ്ഞാൽ നാവ് ഉയർത്തിക്കൊണ്ട് പറയേണ്ട അക്ഷരങ്ങളുണ്ട്. അതാണ് ഖ, സ, ദ, ഗ, ത, ഖ, ള ഒക്കെ ചില അക്ഷരങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വേർതിരിച്ച് തന്നെ പഠിക്കും. അതുപോലെ തന്നെ വഇത്ബാഖ്, ഈ ഇങ്ങനെയുള്ള വിശേഷങ്ങൾ അസ്ലിയായി കൊണ്ട് തന്നെ ഓരോ അക്ഷരങ്ങൾക്കും ഉണ്ട്. അത് അതിന് കൊടുക്കലാണ്. അതാണ് ഹഖ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് മുസ്തഹഖുൽ ഹുറൂഫി? ഹർഫിന്റെ മുസ്തഹഖ് എന്ന് പറഞ്ഞാൽ അത് അസ്സിഫാത്തുൽ അർദിയ ലഹു, അതിന് ക്ഷണികമായി താൽക്കാലികമായി വരുന്നതാ. ഇത് അടിസ്ഥാനപരമായി ഉണ്ടാവില്ല. ഹഖ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അതിനുണ്ടാകുന്ന ആദ്യം മുതലേ ഉണ്ടാകും. എന്നാൽ ഇത് താൽക്കാലികമായി അതിന്റെ നിയമങ്ങൾക്കനുസരിച്ച് വരുന്നതാണ്. ഏതുപോലെ മിൻ ഇൽഹാരിൻ വ ഇഖ്ഫാ വ ഇദ്ഗാം കന്നൂനി സാകിന ഹസ്ബി അഹ്കാമിഹ. ഇപ്പോ ഒരു അക്ഷരത്തെ
ഐനിനെ ഓരോ അക്ഷരത്തെയും ചിലപ്പോൾ വെളിവാക്കേണ്ടി വരും, ചിലപ്പോൾ അതിനെ മണിക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ അതിന്റെ നിയമങ്ങൾക്കനുസരിച്ചാണ്. ഇപ്പൊ സുക്കൂണുള്ള നൂന് ശേഷം ഐന് വന്ന അപ്പൊ ഐൻ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. ഇനി സുക്കൂണുള്ള നൂന് ശേഷം നൂനെന്നെ വന്നാൽ അവിടെ എന്താ ചെയ്യേണ്ടത്? മണിച്ചു കൊണ്ടോതണം. എന്നാൽ ഈ സുക്കൂണുള്ള മീമിന് ശേഷമാണ് നൂന് വരുന്നതെങ്കിലോ അപ്പൊ ആ നൂനിന് നേരത്തെ സുക്കൂണുള്ള നൂന് ശേഷം നൂന് വന്നാൽ മണിക്കലാണ്. എന്നാൽ സുക്കൂണുള്ള മീമിന് ശേഷം നൂന് വന്നാൽ മണിക്കലല്ല, അവിടെ ഇൽഹാർ ചെയ്യണം. സുക്കൂണുള്ള മീമിന് ശേഷം നൂന് വന്നാൽ ഇൽഹാർ ചെയ്യണം, മണിക്കാൻ പാടില്ല. അപ്പൊ ഓരോ സന്ദർഭത്തിന് നിയമങ്ങൾക്കനുസരിച്ച് വരുന്ന സിഫത്തുകളാണ്. അതാണ് മുസ്തഹഖ്. മുകളിൽ പറഞ്ഞത് ഒറിജിനൽ ആയിട്ട് അതിന് അസ്ലി ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ്